പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നിവിടെ എടുക്കുന്ന ടോപ്പിക്ക് പോളാർ കോർഡിനേറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc കെമിസ്ട്രി, BSc ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പോളാർ കോർഡിനേറ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അതൊന്ന് പറയാം. ദാറ്റ് ഈസ് XY പ്ലെയിനിലെ X ആക്സും Y ആക്സും അടയാളപ്പെടുത്തി ഈ പ്ലെയിനിലെ ഏതൊരു പോയിൻറ്റിനും കറസ്പോണ്ടിങ് നമുക്ക് ഒരു ഓർഡർഡ് പെയർ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് X കോർഡിനേറ്റ് ആൻഡ് Y കോർഡിനേറ്റ്. X കോർഡിനേറ്റ് ഈ പോയിന്റിൽ നിന്നും Y ആക്സിനോട് പാരലായിട്ട് X ആക്സിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അത് ഏത് നമ്പറിലാണോ X ആക്സിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ആ നമ്പറാണ് X കോർഡിനേറ്റ്. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും Y ആക്സിലേക്ക് X ആക്സിനോട് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ ഇവിടെ ഏത് നമ്പറിലാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതാണ് Y കോർഡിനേറ്റ്. ഇതായിരുന്നു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ XY പ്ലെയിനിലെ ഏതൊരു പോയിന്റിന് കറസ്പോണ്ടിങ് നമുക്ക് രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 2 3, നെക്സ്റ്റ് 1 2 3. ഇങ്ങനെ ആണെങ്കിൽ ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് 1 1, ദാറ്റ് ഈസ് 1 X ആക്സിലേക്കും Y ആക്സിലേക്കും കറസ്പോണ്ടിങ് പാരലായിട്ട് രണ്ട് ലൈൻ വരച്ചാൽ ഏതെല്ലാം നമ്പറിലാണോ ഇൻ്റർസെപ്റ്റ് ചെയ്യണത് അതാണ് 1 X കോർഡിനേറ്റും അതുപോലെ തന്നെ Y കോർഡിനേറ്റും. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പുതിയ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്, ദാറ്റ് ഈസ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇവിടെയും പ്ലെയിനിലെ ഏതൊരു നമ്പറിനെയും കറസ്പോണ്ടിങ് നമുക്ക് രണ്ട് നമ്പേഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ X ആക്സിലേക്കും Y ആക്സിലേക്കും പാരലായിട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എപ്പോഴും ഫസ്റ്റ് കോർഡിനേറ്റ് R എന്നും സെക്കൻഡ് കോർഡിനേറ്റ് തീറ്റ എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ രണ്ട് വാരിയബിൾ വെച്ചാണ് പോളാർ കോർഡിനേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ R എന്നുള്ളത് സെൻറ്ററിൽ നിന്നും ഒറിജിനിൽ നിന്നും ഏതാണോ പോയിൻ്റ് അതിലേക്കുള്ള ഒരു ലൈൻ, ഇതിന് ലൈനെ ഇനീഷ്യൽ റേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ലൈനിൻ്റെ ലെങ്ത് ആണ് R, ദാറ്റ് ഈസ് R. അതുപോലെ തന്നെ തീറ്റ എന്നുള്ളത് പോസിറ്റീവ് X ആക്സും ഇനീഷ്യൽ റേയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ പ്ലെയിനിലെ ഏതൊരു പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് സെൻറ്ററിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ ഇനീഷ്യൽ റേയും X ആക്സും തമ്മിലുള്ള ആംഗിളും കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് R ഡാഷ് ലെങ്ത്തും തീറ്റ ഡാഷ് ആംഗിളും ആണെങ്കിൽ ഈ പോളാർ കോർഡിനേറ്റ് R ഡാഷ് തീറ്റ ഡാഷ്. ഇതാണ് പോളാർ കോർഡിനേറ്റ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ 1, that is X and Y axis, origin O. Next, now one ലെങ്ത്തിൽ യൂണിറ്റ് ലെങ്ത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആംഗിൾ തീറ്റ ഈക്വൽ ടു π/4 എന്നെടുത്താൽ ഇതിൻ്റെ പോളാർ കോർഡിനേറ്റ് 1,π/4, ദാറ്റ് ഈസ് 1π/4. എപ്പോഴും R ആണ് നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റാക്കി ഇവിടെ X എഴുതുന്നത് പോലെ ഇവിടെ R ആണ് ഫസ്റ്റ് കോർഡിനേറ്റായി എഴുതുക. അതുപോലെ തന്നെ സെക്കൻഡ് കോർഡിനേറ്റ് എപ്പോഴും ആംഗിൾ ആയിരിക്കും തീറ്റ. നെക്സ്റ്റ്, ഈ ഒരു ലൈന്, ഈ യൂണിറ്റ് ലൈന് ഞാൻ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ആംഗിൾ ചേഞ്ച് ചെയ്യും, പക്ഷേ
ഇവിടെ ആറിന് ഒരു വ്യത്യാസം വരില്ല. ഇതേ ലൈൻ ഞാൻ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യാം. സെക്കൻഡ് എക്സാമ്പിൾ. ദാറ്റ് ഈസ് r equal to 1. Again r equal to 1, theta equal to pi by 2. Therefore ഈ പോയിന്റിൻ്റെ പോളാർ കോർഡിനേറ്റ് 1 pi by 2. ഓക്കെ. തേർഡ് എക്സാമ്പിൾ. വീണ്ടും ഒന്നും കൂടി ഒരു pi by 2 ആംഗിൾ ഞാൻ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. pi by 2 ആംഗിൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. ദെർഫോർ polar coordinate again length r equal to 1, that is 1 angle pi. Next, again pi angle റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ് വീണ്ടും ഇങ്ങോട്ടെത്തും. ദാറ്റ് ഈസ് 1 pi ആൻഡ് 2 pi അല്ലേ? ഇത്രയും റൊട്ടേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 2 pi ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഇവിടെ പൈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ദെർഫോർ 1 2 pi. നെക്സ്റ്റ്, വീണ്ടും ഇങ്ങോട്ട് തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് പൊസിഷനിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാം. എക്സാമ്പിൾ 5. ഫസ്റ്റ് ഇവിടെ മുതൽ ഇവിടെ, നെക്സ്റ്റ് ഇത്രയും റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. പോയിന്റ് സെയിം പോയിന്റിലേക്ക് തന്നെ എത്തി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിലേക്കാണ് വീണ്ടും നമ്മൾ എത്തിയുള്ളത്. ഇവിടെ ഇത്രയും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് 1 2 pi പ്ലസ് pi by 4. ഈ ഒരു കാര്യം മനസ്സിലാവാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിൻ്റാണ് ഇവിടെയും. പക്ഷെ ഇവിടെ pi by 4 ആയിരുന്നു. ഇവിടെ 2 pi പ്ലസ് pi by 4 ആണ്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പോളാർ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ യുണീക്കായിരിക്കും. എക്സും വൈയും യുണീക്കായിരിക്കും. പക്ഷേ ഇവിടെ യുണീക്ക് ആവണമെന്നില്ല. ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ഒന്നിലധികം പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അഥവാ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ഒരുപാട് പോളാർ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് തീറ്റയും ആറും ഒരുപാട് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ഇതാണ് ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഇവിടെ യുണീക്കാണ്. ഏതൊരു പോയിന്റ് കറസ്പോണ്ടിങ് എക്സ് കോമ വൈ യുണീക്കായിരിക്കും. പക്ഷേ ഇവിടെ യുണീക്ക് ആവണമെന്നില്ല. ഇവിടെ ഈ പോയിന്റിൻ്റെ പോളാർ കോർഡിനേറ്റ് 1 pi by 4. അതുപോലെ തന്നെ ഈ പോയിന്റിൻ്റെ വേറൊരു പോളാർ കോർഡിനേറ്റ് ആണ് 1 pi by 4 പ്ലസ് 2 pi. കാരണം ഒരു 2 pi ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഈ പോയിന്റിൽ എത്തും. നെക്സ്റ്റ് അഗെയിൻ ഈ പോയിന്റിലേക്ക് എത്താൻ വീണ്ടും ഒരു 2 pi റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഒരു 2 pi മൈനസ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങോട്ടെത്തും. ദെർഫോർ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന് യുണീക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല. ഒരുപാട് രീതിയിൽ നമുക്ക് ഒരു പോയിന്റിനെ അതിൻ്റെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ 6. നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഫോർത്ത് ക്വാർട്ടറിൽ അഗെയിൻ 1 pi ഈ ലൈൻ എടുത്തു, യൂണിറ്റ് ലെങ്ത്. നെക്സ്റ്റ് ആംഗിൾ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം. ആംഗിൾ പോസിറ്റീവിലും ആൻറ്റി ക്ലോക്ക് വൈസിലും അതേപോലെ തന്നെ ക്ലോക്ക് വൈസിലും നമുക്ക് മെഷർ ചെയ്യാം. സാധാരണ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവായിട്ടാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ ദാറ്റ് ഈസ് pi by 2 അല്ലെങ്കിൽ ഇത് pi by 4. നെക്സ്റ്റ് ഇവിടെ 2 pi by 4. നെക്സ്റ്റ് ഈ ആംഗിൾ ആണെങ്കിൽ 3 pi by 4. ഈ ആംഗിൾ ആണെങ്കിൽ 4 pi by 4. ദാറ്റ് ഈസ് pi. നെക്സ്റ്റ് ഇവിടെ ആണെങ്കിൽ 5 pi by 4. നെക്സ്റ്റ് 6 pi by 4. ഇവിടെ 7 pi by 4. ദാറ്റ് ഈസ് 7 pi by 4. ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്തു.
ദറ്റ് ഈസ് 1/7π/4. ഇനി ഇങ്ങനെയും ക്ലോക്ക് വൈസിലും ആംഗിൾ മെഷർ ചെയ്യാം. ക്ലോക്ക് വൈസ് ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ആംഗിളിന് നിങ്ങൾ മൈനസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. ദറ്റ് ഈസ് 1 - π/4. അപ്പോൾ 1 - π/4ഉം 1/7π/4ഉം ഒരേ പോയിൻ്റാണ്. ഈ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യസ്ത പോളാർ കോർഡിനേറ്റ്സ് ആണ് ഇതെല്ലാം. ഇനി ഇതിലൂടെ ഒരു 2π ആഡ് ചെയ്ത് കഴിഞ്ഞാലും മൈനസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പോയിന്റിലേക്കാണ് എത്തുക. അതുപോലെ ഇവിടെയും ഒരു ആംഗിൾ ആഡ് ചെയ്ത് 2π ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും മൈനസ് ചെയ്ത് കഴിഞ്ഞാലും 4π ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും മൈനസ് ചെയ്ത് കഴിഞ്ഞാലും, അഥവാ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക, 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം പോയിന്റിലേക്കാണ് എത്തുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു ജനറലായിട്ട് ഒരു r θ എന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഇത് r θ ആണെങ്കിൽ r 0ൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. തീറ്റ പോസിറ്റീവ് x ആക്സും ഇനീഷ്യൽ റേയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് സെയിം ലെങ്ത്തിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ഈ 2 ലെങ്ത്തും സെയിം ആണെങ്കിൽ അഗെയിൻ ഫസ്റ്റ് കോർഡിനേറ്റ് r ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് കോർഡിനേറ്റ് ഇത്രയും ആംഗിൾ തീറ്റ ആയിരുന്നു. അതിന്ന് വീണ്ടും ഒരു π ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ദറ്റ് ഈസ് തീറ്റ പ്ലസ് π. ദറ്റ് ഈസ് r തീറ്റ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്വാഡ്രൻറ്റിൽ കിടക്കുന്ന ഒരു പോയിൻറ്റിൻ്റെ സെയിം ലെങ്ത്തിൽ കിടക്കുന്ന ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് r തീറ്റ പ്ലസ് π ആയിരിക്കും. സെയിം ഓപ്പോസിറ്റ് ആണെങ്കിൽ അഗൈൻ ഒരു π റൊട്ടേഷൻ കൂടി വേണം. ഇവിടെ എത്രയാണ് അതിൻ്റെ കൂടെ ഒരു π റൊട്ടേഷൻ കൂടി വേണം. ഓക്കെ, നെക്സ്റ്റ് ഇതേ പോയിൻറ്റിൻ്റെ വേറൊരു പോളാർ കോർഡിനേറ്റ്സ് ആണ് -r തീറ്റ പ്ലസ് π. അഥവാ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് r തീറ്റ പ്ലസ് π. ആറിന് നെഗറ്റീവ് വന്നാൽ ഇത് വീണ്ടും ഇത് ആറിന് നെഗറ്റീവും തീറ്റ പ്ലസ് π ഇവിടുത്തെ ആംഗിളും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പോയിൻറ്റിൻ്റെ വേറൊരു പോളാർ കോർഡിനേറ്റാണ്. ദെർഫോർ r തീറ്റയുടെ വേറെ ഒരു പോളാർ റെപ്രസെൻറ്റേഷനാണ് -r തീറ്റ പ്ലസ് π. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വേറൊരു പോളാർ കോർഡിനേറ്റ്സ് ആണ് -r തീറ്റ. നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആറിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, ആംഗിൾ സെയിം എഴുതാം. ദറ്റ് ഈസ് r തീറ്റ പ്ലസ് π. അത് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പോയിൻറ്റിൻ്റെ പോളാർ കോർഡിനേറ്റാണ്. ഇവിടെ r തീറ്റയിൽ r നെഗറ്റീവ് തീറ്റ സെയിം r നെഗറ്റീവ് വന്നാൽ -r തീറ്റ എന്നുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പോയിൻറ്റിൻ്റെ പോളാർ കോർഡിനേറ്റാണ്. അപ്പോൾ തീറ്റ ആംഗിൾ തീറ്റയ്ക്കും പോസിറ്റീവ് നെഗറ്റീവ് സൈൻ വരാം. അതുപോലെ തന്നെ ആറിനും പോസിറ്റീവ് നെഗറ്റീവ് സൈൻ വരാം. തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ അത് മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും, തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ്. അതുപോലെ തന്നെ ആറിലെ പോസിറ്റീവും നെഗറ്റീവും ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. -r തീറ്റ പ്ലസ് π. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കോർഡിനേറ്റാണ് -r തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, കുറച്ച് പ്രോബ്ലംസിലേക്ക് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് all polar coordinates of the point 3π/4. 3π/4 എന്ന പോയിൻറ്റിൻ്റെ ബാക്കിയുള്ള എല്ലാ പോളാർ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ഒന്നിലധികം പോളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് 3π/4 എന്ന പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം. 3π/4 π/4 ആംഗിൾ 3 ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു പോയിന്റ്. ദറ്റ് ഈസ് 3 r = 3 ആൻഡ് ആംഗിൾ പോസിറ്റീവ്
ഓറിയൻറ്റേഷനാണ്, ദറ്റ് ഈസ് π/4. ഓക്കെ, ഈ പോയിൻ്റാണ് 3π/4. ഓക്കെ, ഈ പോയിൻറ്റിൻ്റെ പോളാർ കോർഡിനേറ്റാണ് 3π/4. നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞു ഇത് 2π ആംഗിൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2π ആംഗിൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ സെയിം പോയിന്റിലേക്കാണ് എത്തുക. ദെർഫോർ ഇതിൻ്റെ ബാക്കിയുള്ള പോളാർ കോർഡിനേറ്റ്സ് ആണ് 3π/4 പ്ലസ് ഓർ മൈനസ് 2π പ്ലസ് ഓർ മൈനസ് 2π. അതുപോലെ തന്നെ 3π/4 പ്ലസ് ഓർ മൈനസ് 4π. നെക്സ്റ്റ് 3π/4 പ്ലസ് ഓർ മൈനസ് 6π. ഇതെല്ലാം സെയിം പോയിൻറ്റിൻ്റെ വ്യത്യസ്ത പോളാർ കോർഡിനേറ്റ്സാണ്. ദെർഫോർ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ എഴുതാം 3π/4 പ്ലസ് ഓർ മൈനസ് 2nπ where n equal to 0, 1, 2, 3 etc. n equal to 0 കൊടുക്കുമ്പോൾ 3π/4 കിട്ടും. n equal to 1 കൊടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2π കിട്ടും. n equal to n-ന് ഓരോ വേരിയബിൾ കൊടുക്കുമ്പോഴും നമ്മൾ ഈ സെറ്റിലെ ഓരോ കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ ഇതാണ് ജനറലായിട്ട്. നെക്സ്റ്റ് ഇവിടെ തീറ്റയ്ക്ക് പോസിറ്റീവും നെഗറ്റീവും വരുന്ന 2 കേസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിന് വേറൊരു നൊട്ടേഷൻ റെപ്രസെൻറ്റേഷനും കൂടിയുണ്ട്. ആറിന് നെഗറ്റീവായി വരുന്ന ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പോയിൻ്റ് കണ്ടുപിടിക്കും. ദറ്റ് ഈസ് ഇവിടെ 3π/4 പ്ലസ് π. ഈ 3ക്ക് നെഗറ്റീവ് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഒരു പോളാർ കോർഡിനേറ്റ്സ് കിട്ടുന്നത്, ഒരു പോയിൻ്റ് പോളാർ കോർഡിനേറ്റ്സ് കിട്ടുന്നത്. ദെർഫോർ -3 ആംഗിൾ ഇത് തന്നെ π/4 പ്ലസ് π. ഓക്കെ, ദെർഫോർ നമുക്കറിയാം π/4 പ്ലസ് π അത് -3π/4 പ്ലസ് π ദാറ്റ്സ് ഈക്വൽ ടു ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5π/4 കിട്ടും. അപ്പോൾ -5π/4ഉം 3π/4ഉം സെയിം പോയിൻ്റാണ്. സെയിം പോയിൻറ്റിൻ്റെ വ്യത്യസ്ത പോളാർ കോർഡിനേറ്റ്സ് ആണ് ഇത് രണ്ടും. ഓക്കെ, വീണ്ടും ഈ പോയിന്റിൽ നിന്ന് 2π ആംഗിൾ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെയിം പോയിൻ്റ് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ ഈ കേസ് ചെയ്ത പോലെ പ്ലസ് ഓർ മൈനസ് 2π പ്ലസ് ഓർ മൈനസ് 4π പ്ലസ് ഓർ മൈനസ് 6π ഇങ്ങനെ ഏത് ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടാൻ പോകുന്നത് ഈ പോയിൻ്റ് തന്നെയാണ്. ദെർഫോർ -3 5π/4 പ്ലസ് ഓർ മൈനസ് 2nπ എന്ന് നമുക്ക് എഴുതാം. അഗെയിൻ വേർ n ഈക്വൽ ടു 0, 1, 2, 3. അപ്പം ഇതാണ് ഈ 2 ജനറൽ കോർഡിനേറ്റ്സ് ആണ് ഈ പോയിന്റിനുള്ളത്. ഒരുപാട് കോർഡിനേറ്റ്സ് ഉണ്ട്. n-ന് ഓരോ വേരിയബിൾ കൊടുക്കുമ്പോഴും നമുക്ക് വ്യത്യസ്ത കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ ഈ 2 മെയിനായിട്ട് ജനറലി നമുക്ക് എല്ലാ കോർഡിനേറ്റ്സിനെയും ഈ 2 സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ഓൾ പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് 3π/4. ആൻസർ 3π/4 പ്ലസ് ഓർ മൈനസ് 2nπ -3 5π/4 പ്ലസ് ഓർ മൈനസ് 2nπ വേർ n ഈക്വൽ ടു 0, 1, 2, 3 etc. ഓക്കെ, നെക്സ്റ്റ് Problem 2. Plot the following points in the r theta plane. താഴെ തന്നിട്ടുള്ള പോയിൻറ്റ്സ് r theta പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 2, π/3. നമ്മൾ ഒരു r theta പ്ലെയിൻ വരച്ചു. നമുക്കറിയാം ഫസ്റ്റ് കോർഡിനേറ്റ് r, സെക്കൻഡ് കോർഡിനേറ്റ് തീറ്റയുമാണ്. ദാറ്റ് ഈസ് 1 ഡിസ്റ്റൻസ് യൂണിറ്റ് ഡിസ്റ്റൻസിലെ ഒരു പോയിൻ്റാണ് 2π/3 ആംഗിൾ. ദാറ്റ് ഈസ് π/3 ദാറ്റ് ഈസ് 120 ആംഗിൾ. നമുക്കറിയാം 90 സെക്കൻഡ് ക്വാർട്ടറിലേക്ക് എടുക്കുക. ദാറ്റ് ഈസ് 1, 2 π/3. ഇതാണ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 -π/4 ആംഗിൾ നെഗറ്റീവായിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെർഫോർ നമുക്ക്
ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മെഷർ ചെയ്യാം. 2 ഡിസ്റ്റൻസ്, സെൻറ്ററിൽ നിന്ന് 2 ഡിസ്റ്റൻസിലേക്ക് π/4 ആംഗിൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ, ദറ്റ് ഈസ് 2 ഡിസ്റ്റൻസ് π/4 ആംഗിൾ, ദറ്റ് ഈസ് 2 മൈനസ് π/4. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ സി, -2 π/3. ഇവിടെ ആറിനാണ് നെഗറ്റീവ് തന്നുള്ളത്. നിങ്ങൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ആറിന് നെഗറ്റീവ് വരികയാണെങ്കിൽ നെഗറ്റീവ് വരാത്ത രീതി നിങ്ങൾ കണ്ടുപിടിക്കാം, നേരെ ഓപ്പോസിറ്റ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ -2 π/3 എന്ന പോയിന്റ് ഫസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാം. -2 π/3 2 π/3, 2 ഡിസ്റ്റൻസ് π/3 ആംഗിൾ, 2 ഡിസ്റ്റൻസ് π/3 ആംഗിൾ, ദറ്റ് ഈസ് π/3, ദറ്റ് ഈസ് 60 ഡിഗ്രി അല്ലേ, ദറ്റ് ഈസ് ഫസ്റ്റ് ക്വാർട്ടറിലാണ് π/3 ആംഗിൾ, ദറ്റ് ഈസ് 2 π/3. ഇനി ഇതിലെ ഇവിടെ നെഗറ്റീവ് വരികയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി, സെയിം ഡിസ്റ്റൻസിൽ, ദറ്റ് ഈസ് -2 π/3. ഇവിടെ ആറിനാണ് നെഗറ്റീവ് ഇടുക, നമ്മൾ ഒന്ന് ഇതേ ആംഗിളാണ് ഇവിടെ എഴുതുന്നത്, ദറ്റ് ഈസ് -2 π/3 ഇതാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, graph the set of points whose polar coordinates satisfy the following condition. First question number A, 0 less than or equal to r less than or equal to 1. Second question, 0 less than or equal to theta less than or equal to π/4 and r greater than or equal to 0. Third question number C, 1 less than or equal to r less than or equal to 2, 0 less than or equal to theta less than or equal to π/2. ഓക്കെ, താഴെ തന്നിട്ടുള്ള ഗ്രാഫ് ദി സെറ്റ് ഓഫ് പോയിന്റ്സ് whose polar coordinates satisfy the following condition. നമുക്കറിയാം r ഈക്വൽ ടു 1 ഇത് മാത്രമാണെങ്കിൽ, r ഈക്വൽ ടു 1 ആണെങ്കിൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ r ഈക്വൽ ടു തീറ്റ തന്നിട്ടില്ല, തീറ്റ എന്തും ആവാം, തീറ്റ നമ്മൾ മെഷർ ചെയ്യണേയല്ല. അപ്പോൾ r തീറ്റ 0 മുതൽ 2π വരെ വരാം. എഗൈൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ പോയിന്റിലൂടെയാണ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ r ഈക്വൽ ടു 1 ആവണ എല്ലാ പോയിൻറ്റ്സും നമുക്കറിയാം, r മെഷർ ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് r ഈക്വൽ ടു 1 ആണെങ്കിൽ 1 ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിൻറ്റ്സും. തീറ്റ തന്നിട്ടില്ല, തീറ്റ ഇവിടെ ഇല്ല, തീറ്റ എനി നമ്പർ, തീറ്റ എങ്ങനെ വേണമെങ്കിലും വാരി ചെയ്യാം. ഓക്കെ, ദറ്റ് ഈസ് r ഈക്വൽ ടു 1 ആണെങ്കിൽ സെൻറ്ററിൽ നിന്നും 1 ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻറ്റ്സ്, ഈ ഒരു പോയിന്റ് വരും, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് വരും, ഈ ഒരു പോയിന്റ് വരും, ഈ ഒരു പോയിന്റ് വരും, അതുപോലെ തന്നെ ഇവിടെ ഇതിന് ചുറ്റുള്ള എല്ലാ പോയിൻറ്റ്സും വരും. ദെർഫോർ r ഈക്വൽ ടു 1 എന്നുള്ളത് യൂണിറ്റ് സർക്കിളാണ്, r ഈക്വൽ ടു 1 എന്നുള്ളത് യൂണിറ്റ് സർക്കിളാണ്. നെക്സ്റ്റ്, r ഈക്വൽ ടു 2 ആണെങ്കിൽ 2 ഡിസ്റ്റൻസ് ഉള്ള എല്ലാ പോയിൻറ്റ്സും, ദറ്റ് ഈസ് 2 ഡിസ്റ്റൻസ് ഉള്ള എല്ലാ പോയിൻറ്റ്സും, ഇതാണ് r ഈക്വൽ ടു 2. അപ്പോൾ കോൺസ്റ്റൻറ്റ് നമ്മൾ തൊട്ട് മുന്നേ x ഈക്വൽ ടു 1 ആണെങ്കിൽ ലൈനാണ്, y ഈക്വൽ ടു 1 ആണെങ്കിൽ ലൈനാണ്. പക്ഷേ ഇവിടെ r ഈക്വൽ ടു പോളാർ കോർഡിനേറ്റിൽ r ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ ഏതാണോ r ആ റേഡിയസ് ഉള്ള സർക്കിൾ. നെക്സ്റ്റ്, തീറ്റ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു π/4 എന്ന് എഴുതി, തീറ്റ π/4. ഇവിടെ r എങ്ങനെ വേണമെങ്കിൽ, r തന്നിട്ടില്ല, r എങ്ങനെ വേണമെങ്കിലും വാരി ചെയ്യാം. ദെർഫോർ തീറ്റ എപ്പോഴും ആംഗിൾ π/4 ആണ്. ആംഗിൾ π/4 തന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈനത്തെ എല്ലാ പോയിൻറ്റ്സിനും, ഈ ലൈന് ഈ ഒരു പോയിൻറ്റിൻ്റെ തീറ്റ ഇതാണ്, അതേപോലെ ഈ ഒരു പോയിൻ്റ് തീറ്റയും ഇതാണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു സം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് കൂടെ ഒരു ഒറിജിനിൽ നിന്ന് ആ ആംഗിളിൽ ഇൻഫിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് തീറ്റ ഈക്വൽ ടു π/4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മുന്നേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. r ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, തീറ്റ ഈക്വൽ ടു സം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ A, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.
ആറ് 0യും 1ഉം അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്സും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് വരയ്ക്കണം. ക്വസ്റ്റ്യൻ വരയ്ക്കാനായിരുന്നു, ഗ്രാഫായിരുന്നു. ദർഫോർ r = 0 പറഞ്ഞാൽ ഒറിജിനാണ് വരിക. r = 0 പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും 0 ഡിസ്റ്റൻസിലുള്ള പോയിൻ്റ്, അത് സെൻറ്റർ തന്നെയാണ്. r = 1 എന്നുള്ളത് യൂണിറ്റ് സർക്കിളും. ദർഫോർ r വാരി ചെയ്യുന്നത് 0 മുതൽ ഇൻക്ലൂഡിങ് 0 to 1 വരെ. ദർഫോർ ഒരു ക്ലോസ്ഡ് ഡിസ്ക്കാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ഇടയിലത്തെ എല്ലാ പോയിൻറ്സും നമ്മളെ സെറ്റിൽ കിടക്കുന്നുണ്ട്. ദറ്റ് ഈസ് 0 <= r <= 1 പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഡിസ്ക്. ഇവിടെ ഓപ്പൺ ആണെങ്കിൽ ഈ ബൗണ്ടറി ഉണ്ടാവില്ല, അപ്പോൾ ഓപ്പൺ ഡിസ്ക് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തീറ്റ, ദറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ ബി, 0 <= θ <= π/4. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്താണ് സംഭവിക്കുക എന്നുള്ളത്. 0 അതേപോലെ π/4 ഇതിൻ്റെ ഇടയിലാണ് ആംഗിൾ വാരി ചെയ്യുന്നത്. നെക്സ്റ്റ് r > 0. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ സെറ്റിലെ പോയിൻറ്റ്സ് വരക്കാം. 0 തീറ്റ വാരി ചെയ്യുന്നത് θ = 0. ഇതാണ് θ = 0. ദാറ്റ് ഈസ് പോസിറ്റീവ് x ആക്സ് ആണ് θ = 0. നെഗറ്റീവ് x ആക്സ് ആണ് θ = π അല്ലെങ്കിൽ θ = -π. ഇവിടെ തീറ്റ 0 to π/4 ആണ് വാരി ചെയ്യുന്നത്. അപ്പോൾ തീറ്റ 0 to π/4 ആണെങ്കിൽ ഈ എല്ലാ പോയിൻറ്സും നമ്മളെ സെറ്റിൽ വന്ന് ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിള് 0യുടെയും π/4ൻ്റെയും ഇടയിലാണ്, ഇൻക്ലൂഡിങ് θ = 0 ആൻഡ് θ = π/4. നെക്സ്റ്റ് r > 0. അപ്പോൾ ഇൻഫിനിറ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു റീജിയനാണ് ഇത്, അല്ലേ? r എത്ര വേണമെങ്കിലും ഡിസ്റ്റൻസിൽ പോവാം, തീറ്റ ഈ രണ്ട് ലൈനിൻ്റെ ഇടയിൽ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ സി, 1 <= r <= 2, 0 <= θ π/2. r വാരി ചെയ്യുന്നത് r = 1ൻ്റെയും r = 2യുടെയും ഇടയിൽ. ദാറ്റ് ഈസ് ഒരു യൂണിറ്റ് സർക്കിളിൻ്റെയും റേഡിയസ് 2 ആയ സർക്കിളിൻ്റെയും ഇടയിലുള്ള പോർഷനാണ് r, അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് r. നെക്സ്റ്റ് ഇതിലെ തീറ്റ വാരി ചെയ്യുന്നത് θ = 0 മുതൽ θ = π/2 വരെ. രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ ഫസ്റ്റ് ഈ രണ്ട് സർക്കിളിൻ്റെയും ഇടയിലുള്ള ഇതിൻ്റെ ഇടയിലുള്ള ഭാഗവും അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും, ഇത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനാണ് നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദർഫോർ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ക്ലോസ്ഡ് ഡിസ്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ r > 0, r > 0. അപ്പോൾ ഇവിടെ മുതൽ എത്ര വേണമെങ്കിലും ദൂരം വരെ ഉള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യാം. പക്ഷേ തീറ്റ വാരി ചെയ്യുന്നത് θ = 0 മുതൽ θ = π/4 വരെ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, r വാരി ചെയ്യുന്നത് r = 1ൻ്റെയും r = 2യുടെയും ഇടയിലുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഈ രണ്ട് സർക്കിളിൻ്റെയും ഇടയിലുള്ള പോയിൻറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുക. സെക്കൻഡ് തീറ്റ 0 മുതൽ π/2, ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ സെറ്റിൽ വരില്ല, കാരണം സർക്കിളിൻ്റെ അകത്താവും വേണം, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വേണം. ഈ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനാണ് നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് കൂടുതലായി വായിക്കുക, അതിലെ പ്രോബ്ലംസ് ചെയ്യാം. ബാക്കിയുള്ളത് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം.